ദശാംശം, ഡെസിമൽ, ദശാംശ സംഖ്യകളുടെ കൂട്ടൽ, സങ്കലനം, അഡീഷൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദശാംശ സംഖ്യകളുടെ കൂട്ടലാണ്. നോക്കൂ, 10.68 കൂട്ടണം 3.47. 10.68 പ്ലസ് 3.47. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡെസിമൽ ദശാംശ സംഖ്യകൾ പോയിന്റിന് ശേഷം കൂട്ടി വായിക്കാറില്ല. ഉദാഹരണം, 0.68 എന്ന് പറയാറില്ല, 0.68 എന്നാണ് പറയാറ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യല്, എങ്ങനെയാണ് കൂട്ടല് എന്ന് നോക്കാം. ആദ്യം നമ്മൾ 10.68 എഴുതി, കൂട്ടാനാണല്ലോ, ചിഹ്നവും ഇട്ടു. രണ്ടാമത്തെ സംഖ്യ എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത്തരം സംഖ്യകൾ കൂട്ടുമ്പോൾ ഇത്തരം സംഖ്യകളിലുള്ള ദശാംശം അല്ലെങ്കിൽ പോയിന്റ് ഒപ്പം വരണം. അപ്പോൾ ആദ്യം ആ പോയിന്റ് അങ്ങ് ഇടാം. ഇപ്പൊ 2 പോയിന്റ് ഒപ്പാണ്. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് 47 അതെഴുതി. പോയിന്റിന്റെ ഇപ്പുറത്ത് 3 അതും എഴുതി. ഇങ്ങനെ വേണം എഴുതാൻ. നന്നായി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സാധാരണ സംഖ്യകൾ കൂട്ടുന്നത് പോലെ കൂട്ടാം. എട്ടും 7ഉം 15. 8 + 7 = 15. 5 നമ്മൾ എഴുതും. ശിഷ്ടം 1. അടുത്തത് 6ഉം 4ഉം. 6 + 4 10. റിമൈൻഡർ ശിഷ്ടം 1. 10ഉം 1ഉം 11. 1 വീണ്ടും ശിഷ്ടം 1. ഇനി അടുത്തത് പോയിന്റ് ആണ്. ആ പോയിന്റ് ഇവിടെ ഇടുക. ഇനി 0 + 3. 3 തന്നെയാണ്. ശിഷ്ടം 1 കൂട്ടിയാൽ 4. ഇനി 1 ഇറക്കി എഴുതുക. 1. ആൻസർ 14.15. 14.15. 14.15. നോക്കൂ, മറ്റൊരു കണക്ക്. 3.16 കൂട്ടണം 4.5. 3.16 കൂട്ടണം 4.5. 3.16 പ്ലസ് 4.5. നോക്കൂ, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 സംഖ്യകളുണ്ട്. ഇവിടെ ഒരു സംഖ്യയേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ
3.16 പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോയിന്റ് ഇട്ടു. പോയിന്റ് ശേഷം ഒരു സംഖ്യയേ ഉള്ളൂ, അത് പോയിന്റിന്റെ അടുത്താണല്ലോ. അപ്പൊ പോയിന്റ് അടുത്ത് തന്നെ അതിനെഴുതണം. പോയിന്റിന്റെ ഇപ്പുറത്ത് 4ഉണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ. അപ്പൊ നമ്മള് സൗകര്യത്തിന് വേണ്ടി ഒരു 0 ഇവിടെ കൊടുക്കും. ഇപ്പോൾ ആ പ്രശ്നം തീർന്നല്ലോ. ഇനി നമുക്ക് സാധാരണ പോലെ കൂട്ടാം. 6 + 0, 6 + 0 = 6, 6. 1 + 5, 1 + 5 = 6, 6. അടുത്തത് പോയിന്റ് ആണ്, പോയിന്റ് ഇട്ടു. 3ഉം 4ഉം കൂട്ടിയാൽ 7. 3 + 4 = 7. ആൻസർ, ഉത്തരം 7.66 എന്ന് കിട്ടും. ഉത്തരം 7.66 എന്ന് കിട്ടി. 7.66 എന്ന് കിട്ടി. 7.66. ഇനി നോക്കൂ, 3 കൂട്ടണം 1.66. 3 + 1.66. ഇങ്ങനെ വന്നാലോ? ശ്രദ്ധിക്കണം. 3, ഇതിന് പോയിന്റ് ഇല്ല, 3 തന്നെയാണ്. 1, 2, 3 എന്ന കൗണ്ടിങ് നമ്പറിലെ 3 ആണ്. എന്നാൽ ഇവിടെ പോയിന്റ് ഉണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ സംഖ്യകൾക്കും പോയിന്റ് ഉണ്ട് എന്ന ഒരു നിഗമനത്തിലെത്താം. എല്ലാ സംഖ്യകൾക്കും പോയിന്റ് ഉണ്ട്. പോയിന്റ് അല്ലെങ്കിൽ ദശാംശം പ്രത്യേകം എഴുതിയിട്ടില്ല എങ്കിൽ, തന്നിട്ടില്ല എങ്കിൽ സംഖ്യയുടെ അവസാനമാണ് പോയിന്റ് എന്ന് കണക്കാക്കി കണക്കങ്ങ് ചെയ്യുന്നു. നോക്കൂ, അപ്പോൾ 3 നമ്മൾ അവസാനം പോയിന്റ് കൊടുത്തു അല്ലെ? ഇനി നമ്മൾ അടുത്ത സംഖ്യ എഴുതാണ്. പോയിന്റ് ഇട്ടു. പോയിന്റിന് ശേഷം 2 6കളുണ്ട്, അത് എഴുതി. പോയിന്റ് ഇപ്പുറത്ത് 1 ഉണ്ട്, അത് എഴുതി. നമുക്ക് കൂട്ടാനാണ്. ഇവിടെ സംഖ്യകളില്ല. അപ്പൊ നമ്മുടെ സൗകര്യത്തിന് അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 0 അങ്ങ് കൊടുക്കാം. കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. സംഭവം എളുപ്പമായി. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് സാധാരണ പോലെ കൂട്ടാം. 0 + 6, 0 + 6, 6. 0 + 6, 6, 6. ഇനി പോയിന്റ് ഇടുന്നു. 3 1 4. ആൻസർ 4.66 എന്ന് കിട്ടും. 4.66. നോക്കൂ, ഇനി ഇങ്ങനെ ഒരു സംഖ്യ വന്നാലോ? ഇത്തരം ഒരു കണക്ക് കിട്ടിയാലോ?
5.6 കൂട്ടണം 0.63 5.6 പ്ലസ് 0.63 നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പരിപാടി തന്നെ. 5.6 നമ്മൾ എഴുതി. അടുത്തത് എഴുതും മുന്നേ നമ്മൾ പോയിന്റ് ഇടും. 6.3 എന്നെഴുതി. ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ, നമുക്കതങ്ങ് ഫില്ലാക്കാം. വെറുതെ ഒരു 0. പ്ലസ്. ഇനി നമുക്ക് സാധാരണ പോലെ കൂട്ടാവുന്നതാണ്. 0 പ്ലസ് 3, 0 പ്ലസ് 3, 3 തന്നെയാണ് 3. 6 പ്ലസ് 6, 6 പ്ലസ് 6 ഈക്വൽ ടു 12, 12. 2 എഴുതും. ശിഷ്ടം 1. ശിഷ്ടങ്ങളൊന്നും മറക്കരുത് കേട്ടോ. ഇനി അടുത്തതാരാ? പോയിന്റ് ആണ്. അതങ്ങ് ഇട്ടോളാം. ഇവിടെ ഒഴിവാണ്, വേണമെങ്കിൽ 0 ഇടാം. അതിന്റെ ആവശ്യമുണ്ടോ? ഇട്ടാലും കുഴപ്പമില്ല, വേണ്ട. അപ്പൊ 5 ശിഷ്ടം 1 കൂട്ടിയാൽ 5ഉം 1ഉം 6. ഉത്തരം 6.23. 6.23. 6.8 പ്ലസ് 2. 6.8 പ്ലസ് 2. ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ഇല്ല. പോയിന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ പോയിന്റ് ഉണ്ട്, അങ്ങനെ തന്നെ. അപ്പോൾ 6.8 പ്ലസ് 2 അവസാനത്തിൽ പോയിന്റ്. പോയിന്റ് ഒപ്പായിട്ടുണ്ട്, മറക്കരുത്. ഒഴിഞ്ഞിടുന്ന ഭാഗത്ത് നമുക്ക് 0 കൊടുക്കാം. 8ഉം 0ഉം കൂട്ടിയാൽ 8. 8 പ്ലസ് 0 ഈക്വൽ ടു 8. അടുത്തത് പോയിന്റ് ഇട്ടു. 6 പ്ലസ് 2, 6 പ്ലസ് 2 ഈക്വൽ ടു 8. ഉത്തരം ആൻസർ 8.8. 8.8. 8.8. ഇത്തരം കണക്കുകൾ വന്നാൽ പോയിന്റ് ഒപ്പമാക്കി അങ്ങ് ചെയ്താൽ മതി. സംഖ്യക്ക് പോയിന്റ് ഇല്ലെങ്കിൽ അവസാനത്തിൽ പോയിന്റ് ഇടുക. സംഖ്യയുടെ അവസാനം പോയിന്റ് ഇട്ടാൽ മതി. ശ്രദ്ധിക്കുമല്ലോ, തെറ്റിക്കരുത്. ഇത് വിഷയം കണക്കാണ്. എല്ലാവർക്കും അത്ര പെട്ടെന്നൊന്നും കാര്യങ്ങൾ മനസ്സിലാവുകയില്ല, അറിയാമല്ലോ. നന്നായി വർക്ക് ചെയ്യണം, കണക്കുകൾ ചെയ്ത് പഠിക്കണം. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കൊള്ളണമെന്നില്ല, കാരണം ഇത് കണക്കാണ്, അറിയാമല്ലോ. നന്നായി ചെയ്ത് പരിശീലിക്കണം. ഈ കാണുന്ന കണക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വൃത്തിയായി എഴുതി നോക്കുക. കണക്കുകൾ ചെയ്ത് തന്നെ പഠിക്കണം, നന്നായി ചെയ്ത് പഠിക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ അമർത്തുക.